ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളി പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴമായിരിക്കണം. പഴുത്ത പഴം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കഷ്ണമില്ല പഴത്തിൽ. പഴം മാവിൻ്റെ കൂടെ വേണമെങ്കിൽ അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പഴം അരയാതെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേറെ വേറെ അരയ്ക്കുന്നത്. നമുക്കിനി മാവ് കലക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദ മാവ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട അടിച്ചൊഴിക്കാം. നമ്മുടെ പാൻ കേക്കിന് മധുരമാണ് വേണ്ടത്. അതിൻ്റെ പേരിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുകയാണ്. നമ്മളിവിടെ പൊടിച്ചിട്ട് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. പഴത്തിൽ മധുരം ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. പിന്നെ ഇത് പഞ്ചസാരയിൽ മാത്രമല്ല, ശർക്കരയിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുട്ടയ്ക്കൊരു മണം ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഇച്ചിരി ഏലക്ക പൊടി ഇട്ടാലും മതി. ഇനി നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി പാൽ ഒഴിക്കുന്നുണ്ട്. പാലിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. മുട്ടയും വെള്ളം പോലെ ഉണ്ടല്ലോ, പഴത്തിലും വെള്ളം നനവുണ്ട്. അപ്പം നമുക്ക് ഒഴിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ അളവ് പറഞ്ഞു തരാം. ഇപ്പം ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറേച്ചാ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്കൊന്ന് മിക്സാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ച് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് മിക്സിയിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, അരച്ചതാ ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എനിക്കിങ്ങനെ അരയ്ക്കാൻ ആവശ്യമുണ്ടായിട്ടുള്ളത്. പക്ഷെ പാൽ ഒഴിക്കുമ്പോൾ ആരും ഒന്നിച്ച് ഒഴിക്കരുത്. ഇച്ചിരിച്ചാ ഒഴിച്ചിട്ട് വേണം പാകം നോക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ അടച്ച് മാറ്റി വെക്കാം. ഇത് നമ്മുടെ പാൻ കേക്കിൻ്റെ മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ ലെവലിലാണ് എടുത്തത്. ഇത് ഇച്ചിരി കട്ടി കൂടുതലുണ്ട്. നമുക്കിനി ഒരു ലേശം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതേ ലെവലിലാണ് നമുക്ക് എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ. ഇത് കണ്ടില്ലേ, ചെരിച്ച ഉടനെ ഒഴുകി പോണത്. ഇതേപോലെ ഒഴുകി പോണ കണക്കിൽ എടുക്കുക. നമുക്ക് അടുപ്പ് നല്ല കത്തിച്ചു കൊടുക്കുക. ചട്ടി നല്ല ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കറിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എണ്ണ പുരട്ടി കൊടുക്കണ്ട. നിങ്ങൾ സാധാ ദോശച്ചട്ടിയിലാണ് ഒഴിക്കുകയാണെങ്കിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്നാവും കേട്ടോ. തീ ഒരു ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതിയേ. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല കളറോടെ കൂടി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം.
എല്ലാ സൈഡും ബട്ടറാവണം കേട്ടോ. ഇനി നമുക്കിത് ഇനിയും തിരിച്ചിട്ട് കൊടുക്കാം. ആ, ഈ സൈഡും അതേപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് അതേപോലെ ബട്ടർ പരറ്റി കൊടുക്കാം. നമ്മളിതിൽ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചത് കൊണ്ടേ പെട്ടെന്ന് ഇത് കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമുക്കിത് ഒന്നുകൂടി മറിച്ചിടാം. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എടുക്കാം. കണ്ടില്ലേ നെങ്ങണത്, പഞ്ഞി പോലെ നെങ്ങുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിനി എടുക്കാം. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് റെഡിയായി. നമുക്കിനി എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് തേൻ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യും കൂടി ചെയ്യുക.